വചനജായ 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 വചനജായ. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ജീവിതം കൊണ്ടും പഠനം കൊണ്ടും യേശു ഒരു പുതിയ മനുഷ്യ ജീവിത ദർശനം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പങ്കുവയ്ക്കുകയാണ്. താൻ ആഘോഷിക്കുന്ന സമാധാനവും നീതിയും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും എല്ലാവരിലേക്കും പകർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്, തൻ്റെ ജീവിതം ഉൾക്കൊള്ളാൻ ക്ഷണിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ മുഴുവനും യേശു ഈ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട്, തന്നെ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഈ സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ജീവിതം അവതരിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ 4 ഞായറാഴ്ചകളിൽ നമ്മൾ ഈ 6-ാം അധ്യായത്തിലെ വിവിധ വചനഭാഗങ്ങൾ ധ്യാന വിഷയമാക്കുകയായിരുന്നു. യേശു ഒരു അടയാളത്തിലൂടെയാണ് തുടങ്ങിയത്. 6-ാം അധ്യായം നമുക്കറിയാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്നൊരടയാളം അത്ഭുതമായി യേശു ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടായിരുന്നില്ല. ആ ഒരു നേരത്തെ ഭക്ഷണം ആളുകളെ സംതൃപ്തമാക്കാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടല്ല യേശു മനുഷ്യജീവിതത്തിൽ അത്ഭുതം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. പ്രത്യുത ആരും അത്ര പരിഗണിക്കാത്ത ഒരു പാവം കുട്ടി തൻ്റെ ഭക്ഷണം പങ്കുവയ്ക്കാനായി ഉയർത്തിയ അത്ഭുതമാണ് യേശു കാണിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ ആളുകൾ അത് ശീലിച്ചിട്ടില്ല. ആളുകളെ ആരോ ശീലിപ്പിച്ചിരിക്കുന്നു. അവരെ അന്ധരും ബധിരരുമാക്കിയിരിക്കുകയാണ്. എങ്ങനെ? അന്ധവിശ്വാസത്തിലും വ്യർത്ഥമായ പ്രത്യാശയിലും അവരെ മുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം. എല്ലാം ദൈവം ചെയ്തു തരും, ദൈവം ഇടപെടും, നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, എല്ലാം ദൈവം ചെയ്തു തരുമെന്ന് ആരോ പഠിപ്പിച്ചിരിക്കുന്നു. ഇതുപോലുള്ള വ്യർത്ഥ പ്രവാചകന്മാരെയും വ്യർത്ഥ പ്രഘോഷകരെയും വ്യാജ പ്രവാചകന്മാരെയും വ്യാജ പ്രഘോഷകരെയും ശക്തമായി താക്കീത് ചെയ്യുന്നുണ്ട് ജെറമിയ 27-ാം അധ്യായത്തിൽ. അത്രമാത്രം ക്രൂരതയാണ് മനുഷ്യജീവിതത്തിൽ ഇപ്രകാരമുള്ള വ്യാജ പ്രവാചകന്മാരും പ്രഘോഷകരും ഈ അന്ധവിശ്വാസവും വ്യർത്ഥമായ പ്രത്യാശയും നൽകിക്കൊണ്ട് നടത്തുന്നത്. സ്നേഹത്തിൽ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് യേശുവിൻ്റെ ഈ അത്ഭുതം, യേശുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാനായില്ല. പ്രത്യേക നമുക്കറിയാം, നമ്മൾ ഈ 4 ഞായറാഴ്ചകളായി ചിന്തിക്കുകയായിരുന്നു. യേശു വിശദീകരിക്കുകയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യനെ മനുഷ്യനാക്കുന്ന ജീവൻ്റെ അപ്പം അത് നിയമഗ്രന്ഥമാണ് എന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. യേശു പറയുന്നു, താനാണ് ജീവൻ്റെ അപ്പം. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പം താനാണ്. ഈ നിയമഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളുടെ സാരാംശം താനാണ്. അതിൻ്റെ മാംസരൂപമാണ് താൻ. നിയമഗ്രന്ഥങ്ങൾ അത് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. തൊറ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് യര എന്ന വാക്കിൽ നിന്നാണ്. യര എന്ന് വെച്ചാൽ അസ്ത്രം എന്നാണ് അർത്ഥം. അപ്പോൾ ഈ അസ്ത്രം സൂചനയാണ്. അതൊരു പോയിന്റ് ഓഫ് അറൈവൽ ഉണ്ട്, എത്തുന്നൊരു സ്ഥലമുണ്ട്. അത് സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ അവതാരമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇതാ നിയമത്തിൻ്റെ പൂർണ്ണത, പ്രവചനങ്ങളുടെ പൂർണ്ണത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എന്ന് യേശു പറയുകയാണ്. അവർക്ക് ഉൾക്കൊള്ളാനായില്ല. പിന്നീട് ഇതാ യേശു വീണ്ടും പറയുന്നു, എന്നെ ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുക, എൻ്റെ ശരീരം ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായ തീവ്രമായ ഭാഷയിലൂടെ യേശു പറയുന്നു. വീണ്ടും എന്താണ്? യേശുവിനെ ഉൾക്കൊള്ളുക എന്ന് തന്നെയാണ്. യേശുവിനെ ശിഷ്യന്മാർ ഉൾക്കൊള്ളണം, അവരെല്ലാവരും ഉൾക്കൊള്ളണം, യേശുവിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കണം. അതാണ് ലോകത്തിൽ മഹാത്ഭുതമായി മാറാൻ പോകുന്നത്. എല്ലാവരും തങ്ങളുടെ ജീവിതം, തങ്ങൾക്കുള്ളതും ഉള്ളവും പരസ്പരം പങ്കുവയ്ക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ അവർ യഥാർത്ഥ ദൈവാരാധകരാകുന്നു. എന്തുകൊണ്ട്? ദൈവമേ, അങ്ങാണെല്ലാത്തിൻ്റെയും ഉടയവൻ, ഞങ്ങൾ കാര്യസ്ഥർ മാത്രം, ഞങ്ങളുടെ ജീവിതം പങ്കുവയ്ക്കുന്നു. പ്രകാരം പങ്കുവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സമൃദ്ധിയെക്കുറിച്ചാണ് യേശു പറഞ്ഞതെങ്കിലും അവർ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ അവർ ബന്ധിതരാണ്. നമ്മൾ അവസാനത്തെ 5-ാമത്തെ ഞായറാഴ്ചയിൽ എത്തിയിരിക്കുകയാണ്. ആണ്ടുവട്ടം 21-ാം ഞായർ. ഈ ഞായറിൽ യേശു അവരുടെ തീരുമാനത്തിന് വിടുകയാണ് കാര്യങ്ങൾ. നോക്കൂ, ഇപ്പോൾ അവസാനമായി എല്ലാവരും യേശുവിനെ നിരന്തരം എതിർത്തുകൊണ്ടിരുന്ന
വിമർശിച്ചുകൊണ്ടിരുന്ന യഹൂദരൊന്നും അവിടെ ഇല്ല. ശിഷ്യന്മാരാണ്. അവരും വിഷമിക്കുകയാണ്. യേശുവിനെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. ഇത് ഇത്ര തീവ്രമാണ് എന്നാണ്. സ്ക്ലെറോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രീക്ക് വാക്ക്. അതിൻ്റെ അർത്ഥം മൃദുവായിരിക്കുന്നതിനോട് തീവ്രമായൊരു ഭയങ്കര കട്ടിയുള്ള സാധനം കൂട്ടിയിടിക്കുക എന്നുള്ളതാണ്. ഈ സ്വാർത്ഥതയും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയും ലഹരി ബാധിച്ച് അലസമായി ഒരു മന്ദന്മാരായി, എന്താ പറയുക, പാതി ഉറക്കത്തിലിരിക്കുന്ന ആളുകളുടെ തലക്കെട്ട് ഒറ്റ കൊട്ടുകൊണ്ടിരുന്നത് പോലെയാണ് യേശുവിൻ്റെ ഈ റാഡിക്കലായിട്ടുള്ള അക്ഷരാർത്ഥത്തിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള പ്രഘോഷണം. അവർ പറഞ്ഞു, ഇത് ആർക്കും ഉൾക്കൊള്ളാനാകും? യേശുവിനെ ഉപേക്ഷിച്ച് ഒരുപാട് പേർ പോയി. അപ്പോൾ യേശു വേദനയോടെയാണ് ചോദിക്കുകയാണ്, നിങ്ങളും പോവുകയാണോ ശിഷ്യഗണങ്ങളോട്? ഈ പോയവരോട് യേശുവിന് പരാതിയൊന്നുമില്ല. യേശു അവരെ ബഹുമാനിക്കുന്നു, അവരുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നു. യേശുവിനറിയാം ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യേശു തന്നെയും ബുദ്ധിമുട്ടി. ഒരു മനുഷ്യൻ നിലയിൽ യേശു തീരുമാനങ്ങളെടുത്ത് ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് യാത്ര ചെയ്തതെന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സാധാരണ മനുഷ്യൻ്റെ വേദനകളും ഈ പിന്നോട്ടുള്ള വലിയും ഒക്കെ യേശുവിനുണ്ടായിരുന്നു. പക്ഷേ യേശു തീരുമാനിച്ചു, തപശ്ചര്യകളിലൂടെ തൻ്റെ മനുഷ്യജീവിതം അവസാന ശ്വാസം വരെ നിലനിർത്തി പകർന്ന് അവസാനിച്ചു. ശിഷ്യഗണങ്ങൾ പറയുകയാണ്, ശിഷ്യഗണങ്ങൾക്ക് പ്രതിനിധിയായി പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ എവിടെ പോകും? അങ്ങിലുണ്ടല്ലോ നിത്യജീവൻ്റെ വചനങ്ങൾ. അങ്ങയെ ഞങ്ങൾ പിൻചെല്ലാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാക്കിയിട്ടൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തുറന്ന മനസ്സുണ്ട്. യേശുവിനോടൊപ്പം നടന്ന് പതുക്കെ യേശുവിലേക്ക് വളരാൻ, യേശുവിൽ നിറഞ്ഞ് യേശുവിനെ പോലെ ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തുറന്ന മനസ്സുള്ളവരാണ്. അവർ ഉൾക്കൊള്ളാത്തതിൽ യേശു അത്ഭുതപ്പെട്ടു. നിങ്ങളിങ്ങനെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഈ സമർപ്പണത്തിൻ്റെ തീവ്ര സാഹചര്യങ്ങൾ വരാൻ പോകുന്നു. എൻ്റെ ജീവിതം ഞാനിതാ എന്താ പറയുക, അർത്ഥശൂന്യമായി ജീവിക്കുന്ന ആളുകളുടെ മന്ദബുദ്ധിയായിപ്പോയ ബന്ധിതരായിപ്പോയ ആളുകൾ തന്നെ കൊല്ലാൻ പോകുന്നു. അപ്പോഴും ഞാൻ ഈ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ ഇടറിപ്പോയില്ലേ? പക്ഷേ എങ്കിലും യേശു അവരെ കൂടെ നടത്തുന്നു. അവർ വളരുമെന്ന പ്രത്യാശയിൽ കൂടെ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തീരുമാനിക്കും, നമ്മുടെ തീരുമാനം എന്താണെന്ന് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുകയാണ് സ്നേഹിതരെ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, ഓരോ പ്രാവശ്യം സ്വീകരിക്കുമ്പോഴും ഈ തീരുമാനമാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. മാതാവിനെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മാതാവ് പറഞ്ഞതുപോലെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു ദൈവമേ, എനിക്ക് സാധിക്കുമോ എന്നറിയില്ല, പക്ഷെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം ഓരോ കുർബാന സ്വീകരണത്തിൽ നമ്മൾ പറയുന്ന ആമേൻ, പരിശുദ്ധ ദേവമാതാവ് പറഞ്ഞ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വാചനങ്ങൾക്ക് സമാനമാണെന്നാണ് ജോൺ പോൾ രണ്ടാമൻ തൻ്റെ ഒരു ചക്രലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2003 എഴുതിയതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ആമേൻ എന്ന് പറയുന്നു. ഞാൻ തയ്യാറാണ് ഈശോയുടെ ആത്മാവിനെ ഉൾക്കൊണ്ട് ഈശോയോടുള്ള പരിശുദ്ധ ബന്ധം ഹോളി കമ്മ്യൂണിയനിൽ നിലനിന്നുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ഭൂമിയിലെ കൂടാരമാകാൻ തയ്യാറാണ്. ഇതാണ് ഓരോ പ്രാവശ്യവും നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ചെയ്യുന്നത്. ഇതൊരു ഭക്തിയല്ല, ഇതൊരു തീരുമാനമാണ്, ഇത് ജീവിതമാണ്. ഈ ജീവിതം നമ്മൾ ഓരോ ദിവസവും അതിൻ്റെ ശക്തി സംഭരിക്കുകയാണ് പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. അതിനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കണം. വേറൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തുടക്കം മുതലേ യൂദാസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു വിമത ശിഷ്യനായിട്ടാണ്. യേശു പറയുന്നതിനെല്ലാം അദ്ദേഹം എതിർക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഈ ലൗകികമായ കാര്യങ്ങളാണ്, നൈമിഷിക കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു നിരാശയുടെ ഒരു ആത്മഹത്യയുടെ നിരാശയായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളമുണ്ടായിരുന്നു. സംതൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തെ അവതരിപ്പിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നു. ഇവിടെ ഒരു കൂട്ടം ആളുകൾ യേശുവിനെ ഉപേക്ഷിച്ചു പോയി, എനിക്ക് പറ്റില്ല ഈ പരിപാടി. പത്രോസും കൂട്ടരും അവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. പക്ഷേ സന്മനസ്സോടെ ഞങ്ങൾ വളരാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാം, പ്രത്യാശയോടെ അങ്ങേ പിൻചെല്ലാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ യൂദാസ് യേശുവിനെതിരാണ്. പക്ഷെ കൂടെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ പിന്നിലേക്ക് വലിക്കുന്നവരായിരുന്നു യൂദാസ്. അതാണ് സങ്കടകരമായ കാര്യം. ഭൗതികവാദികൾ ഈ ആത്മാവിൻ്റെ ദർശനം ഉൾക്കൊള്ളാതെ, യേശുവിൻ്റെ സ്നേഹദർശനം ഉൾക്കൊള്ളാതെ ലൗകിക നേട്ടത്തിന് വേണ്ടി ഈ യേശുവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പൊതുപണത്തിൽ നിന്ന് അടിച്ചു മാറ്റാൻ, പാവങ്ങൾക്ക് വേണ്ടി ശേഖരിക്കപ്പെടുന്ന പണസഞ്ചിയിൽ നിന്ന് അടിച്ചു മാറ്റി സുഖമായി കൂടെ ഇരിക്കുകയാണ്. അവസാനം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. പക്ഷെ അവസാനിച്ചത് എങ്ങനെയെന്ന് നമുക്കറിയാം സ്നേഹിതരെ. ജെറമ്യ പ്രവാചകൻ്റെ വചനങ്ങൾ വീണ്ടും ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, അനന്യായോട് അനന്യ, നീ ദൈവത്താൽ അയക്കപ്പെട്ടവനല്ല, നീ മരിക്കും. വ്യർത്ഥമായ പ്രത്യാശ ജനങ്ങൾക്ക് നൽകിയ നീ മരിക്കും എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ജീവിതം ഒരു ദുരന്തമാക്കാതിരിക്കാൻ വേണ്ടി തീരുമാനം യേശുവിനെതിരാണെങ്കിൽ
ഒന്നുകിൽ വീണ്ടും പത്രോസിനെ പോലെ കർത്താവെ കനിയണമെന്ന് തിരിച്ചു വരാനുള്ള സന്മനസ്സുണ്ടാകണം, അല്ലെങ്കിൽ യേശുവിനെ വിട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്നേഹിതരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവമേ ഞാൻ അങ്ങയുടെ കൂടെ അല്ലെങ്കിൽ ഞാൻ അങ്ങയ്ക്കെതിരാണ്. യേശുവേ ഞാൻ അങ്ങയുടെ കൂടെ അല്ലെങ്കിൽ ഞാൻ അങ്ങയ്ക്കെതിരാണ്. ഞാൻ പ്രകാശത്തോടോട്ട് ചേർന്നതില്ലെങ്കിൽ ഞാൻ ഇരുട്ടാണ്. ഞാൻ ബാക്കിയുള്ളവരെയും കൂടി വഴിതെറ്റിക്കുകയും പിന്നോട്ട് വലിക്കുകയും ചെയ്യും. നാഥ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ ഉൾക്കൊള്ളുന്ന ഓരോ നിമിഷവും നമ്മൾ ഓർക്കുന്നു, ഞാൻ യൂദാസിനെ പോലെയല്ല. ഞാൻ ലൗകിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, ലൗകിക നേട്ടങ്ങൾക്ക് വേണ്ടി, ലൗകിക സമൃദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന യൂദാസിനെ പോലെയല്ല ഞാൻ. താൽക്കാലിക നേട്ടങ്ങളല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ജീവാർപ്പണമാണ്. സ്നേഹസമർപ്പണത്തിലൂടെ ഈ സമൂഹത്തെ മുഴുവനും ദൈവ ചൈതന്യത്തിൽ നിലനിർത്തുക, സമൃദ്ധിയിലേക്കുള്ള യാത്രയിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. സ്നേഹസമൃദ്ധിയുടെ ഒരു ആനന്ദാനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ ആനന്ദാനുഭവത്തിൻ്റെ ഭാഗമായി ലൗകിക നേട്ടങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാകും. നിസ്വാർത്ഥമായ പരസ്പര ദാനത്തിലൂടെ മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണ സമൃദ്ധിയിലേക്ക് എല്ലാവരും വരാൻ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുകയും, അതിനായി ഈ മാവിൽ അല്പം പുളിമാവായി ഞാൻ സന്നിഹിതനാകാം. അങ്ങനെ ദൈവചൈതന്യം ഞാൻ ഈ സമൂഹത്തിൽ അല്പമായി ഞാൻ ചെയ്യേണ്ട സംഭാവന ചെയ്യാമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങൾ, ഈശോ പങ്കിടുന്ന ജീവിത രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ധ്യാനങ്ങൾ, 5 ആഴ്ചത്തെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനജായ 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 വചനജായ